ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉപ്മാവും പപ്പടവും പിന്നെ ചായയും ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് നേരെ ഞാൻ അമ്മയായിട്ട് തിരൂർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അമ്മ നേരെ ആലപ്പുഴയ്ക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അമ്മയും കൊണ്ടാക്കാം, എൻ്റെ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തിരൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച മാർക്കറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ. അമ്മയ്ക്ക് ഹെഡ്സെറ്റ് മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരക്ക, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമൊരു കാര്യമാണ് പേരയ്ക്കയും പിന്നെ അതേപോലെ തന്നെ മാമ്പഴമൊക്കെ. അത് കാരണം പേരക്ക നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആലപ്പുഴയ്ക്ക് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് പുളിയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിശക്കുമ്പോൾ ട്രെയിനിലിരുന്ന് പഴംപൊരി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ മിസ്സായി പോകുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ട്രെയിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അങ്ങനെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട്. അമ്മ നേരെ കയറിപ്പോയിട്ടാണ്. ഇനി നമ്മുടെ പരിപാടിയാണ്. അതായത് എനിക്ക് കുറച്ച് സാധനം മേടിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഗിറ്റാറിൻ്റെ കുറച്ച് പാർട്സ് ആണ് കേട്ടോ. അത് മേടിക്കാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അത് കാരണം ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വാങ്ങിക്കാനുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ വാങ്ങിക്കുന്നൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് വലിയ ആവശ്യമുള്ളതൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. തിരൂർ വെള്ളിയാഴ്ച മാത്രമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഡ്രസ്സ് ഐറ്റംസ് ആയാലും ചെരുപ്പായാലും എന്ത് മിക്ക അടിപൊളി സാധനങ്ങൾ വില കുറച്ചിട്ടുണ്ടാവും. ഡ്രസ്സസൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുന്നത്. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഒക്കെ ഇങ്ങനെ ചീപ്പ് റേറ്റിന് കിട്ടും. വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലോ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്ന് വന്നിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ലോക്കലിൽ ചീപ്പായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തന്നെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മുട്ടൻ വെയിലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കുട എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചോളം ആയാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവിടെ നിന്ന് കുഴഞ്ഞ് ഞാനത് കാരണം ഒരു ജ്യൂസ് എന്തെങ്കിലും മേടിച്ച് കുടിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. വീട്ടിൽ നിന്ന് ആ ഉപ്പുമാവ് കഴിച്ച് വന്നത് ഇപ്പം തന്നെ ദഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഹോർലിക്സിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അതും കുടിച്ചു. പിന്നെ നേരെ നമ്മൾ ഗിറ്റാറിൻ്റെ പാർട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ആ ഷോപ്പിലെത്തി കേട്ടോ. എൻ്റെ അച്ഛനാണെങ്കിലും ഗിറ്റാർ ആയാലും പിയാനോ ആയാലും കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ട്സ് കൂടുതലും ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ തിരൂരൊക്കെ ആയിരിക്കും കിട്ടുക. നമ്മുടെ ആലപ്പുഴയിൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് ദൂരമൊക്കെ നമ്മൾ ട്രാവൽ എടുക്കേണ്ടതൊക്കെ ഉണ്ട്. മെയിൻ പാർട്സ് മിക്കപ്പോഴും എറണാകുളം പോലെയൊക്കെ നിൽക്കുള്ളൂ. നേരെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമുള്ള പരിപാടിയാണ്. ഏട്ടൻ്റെ പറമ്പിൽ സഹായിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓട് വൃത്തിയാക്കി കഴുകുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന മൊത്തം ഓട് നമുക്ക് കഴുകാനുള്ളതാണ്. സഹായിക്കാനായിട്ട് നമ്മുടെ കണ്ണനും കൂടി ഉണ്ട് കേട്ടോ. ആളിപ്പോൾ UKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കും മടുപ്പായിട്ട് പിന്നെ ഞാൻ തന്നെ ഫുള്ളിരുന്ന് കഴുകിയിട്ടാ. കുറേ ഓടുണ്ട്. അത് ഇന്നെങ്കിലും തീരുമോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിരത്തി പിടിച്ചിട്ട് ഇതേ സ്പീഡിൽ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന്മാർക്കാണെങ്കിലും വേറെ പരിപാടി ഉള്ളത് കാരണം ഏട്ടന്മാർ രണ്ടുപേരും കൂടി മറ്റേ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് ചെയ്യുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മുൻപോട്ട് അവർ ഇങ്ങനെ ഓട് ഇറക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ മേടിച്ചിട്ടിരിക്കുന്ന പറമ്പ്. ഇത്രയും ഓടാണ് നമുക്കിത് ഫുള്ളും ഫിനിഷ് ആക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്താനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.